അടുത്ത 5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സൗരയൂഥത്തിനും ഭൂമിക്കും എന്തൊക്കെയായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് നമുക്ക് നോക്കാം. 50,000 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വിക്ഷേപിച്ച വോയേജർ 1 നമ്മുടെ സോളാർ സിസ്റ്റം വിട്ട് മറ്റൊരു പ്ലാനറ്ററി സിസ്റ്റത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഏകദേശം 50 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മാർസിന്റെ ഉപഗ്രഹമായ ഫോബോസ് പൊടിഞ്ഞു പോവുകയും അത് പിന്നീട് മാർസിന്റെ വളയമായി മാറുകയും ചെയ്യും. 70 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അന്റാർട്ടിക്ക പൂർണ്ണമായും ഉരുകി സമുദ്രത്തിൽ ചേർന്നിട്ടുണ്ടാകും. ഏകദേശം 200 മില്യൺ വർഷങ്ങൾ ആകുമ്പോഴേക്കും ഭൂമിയിലെ പല കോണ്ടിനെന്റുകളും കൂടിച്ചേർന്ന് പുതിയ ഒരു സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടാകും. എന്നാൽ 1 ബില്യൺ വർഷങ്ങൾ ആകുമ്പോഴേക്കും നമ്മുടെ സൂര്യന്റെ പ്രകാശം അതിതീവ്രമായി മാറുകയും ഇതിന്റെ ഫലമായി ഭൂമിയിലെ സസ്യജാലങ്ങളെല്ലാം പ്രകാശ സംശ്ലേഷണം ചെയ്യാതാകുകയും ഭൂമിയിലെ സസ്യജാലങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. 5 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു സൂപ്പർ ജയന്റായി മാറുകയും സൂര്യന് ഈ എക്സ്പാൻഡേഷൻ സംഭവിക്കുന്ന സമയത്ത് ബുധനെയും ശുക്രനെയും ഭൂമിയെയും സൂര്യൻ പൂർണ്ണമായും വിഴുങ്ങുകയും ചെയ്യും.